അഡോബി ഇലിസ്ട്രേറ്ററിനെ പറ്റി എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു വീഡിയോ സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡാണിത്. ഈ സീരീസ് വരുന്ന എല്ലാ വീഡിയോസും ഞാൻ ഒരു പ്ലേലിസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ എങ്ങനെ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തൊരു സംഭവമാണ്. ഇതിനെ നമുക്ക് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളിത് പ്രിൻറ്റിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് PDF ആയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നനുസരിച്ച് നമുക്കിത് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മൾ PDF ആയിട്ട് സേവ് ചെയ്യാൻ ആദ്യം ഫയലിൽ വന്നതിന് ശേഷം സേവ് ആസ് കൊടുത്തിട്ട് സേവ് ഓൺ കമ്പ്യൂട്ടർ കൊടുത്തിട്ട് ഞാനിപ്പം ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിപ്പം ഇതിനൊരു പേര് കൊടുക്കുകയാണ്. ഗ്ലിഫ് _PDF എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ താഴെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ PDF സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുക്കുന്ന സമയത്ത് ഇത് കണക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഇതിൽ സ്മോളസ്റ്റ് ഫയൽ സൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫയൽ സൈസ് മാക്സിമം കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. അതായത് നമുക്കിപ്പോൾ വാട്സാപ്പ് വഴിയൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ PDF ഒക്കെ ഷെയർ ചെയ്യാനും അതേപോലെ പെട്ടെന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാനല്ല, ഇപ്പോൾ ഇത്ര സൈസുള്ള PDF നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ സ്മോളസ്റ്റ് ഫയൽ സൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫയൽ സൈസ് കുറവായിരിക്കും. പിന്നെ വരുന്നൊരു ഓപ്ഷനാണ് ഹൈ ക്വാളിറ്റി പ്രിൻറ്റ്. ഇത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ക്വാളിറ്റിയിൽ ഇതിനെ PDF ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. ഇത് കൊടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇവിടെ ഒരു ഓപ്ഷനുണ്ട് പ്രിസർവ് ഇല്ലുസ്ട്രേറ്റർ എഡിറ്റിംഗ് കേപ്പബിലിറ്റീസ് എന്ന്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമ്മളുടെ ഫയൽ സൈസ് കുറച്ച് വലുതായിരിക്കും. കാരണം ഇത് ഇത് ടിക്കായി കിടക്കുന്ന സമയത്ത് ഇത് ശരിക്കും ഒരു ഫുള്ളി എഡിറ്റബിൾ ആയിട്ടുള്ള ഇല്ലുസ്ട്രേറ്റർ ഫയൽ തന്നെ ആയിരിക്കും. PDF ആയിട്ട് നമുക്ക് വ്യൂ ചെയ്യാമെങ്കിലും അങ്ങനെ ഒരു ഇല്ലുസ്ട്രേറ്റർ ഫയലായിരിക്കും. അത് നമ്മൾ ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഇതേപോലൊരു ഫയലായിട്ട് തന്നെ ഓപ്പൺ ആവുകയും നമുക്കത് എഡിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഫയൽ സൈസ് നമ്മളുടെ ഈ വർക്ക് ഫയലിൻ്റെ വലുപ്പം അനുസരിച്ച് അത്രയും കൂടും. അപ്പോൾ നമുക്ക് പ്രിൻ്റ് എടുക്കാനാണ് ഇത് എഡിറ്റൊന്നും ചെയ്യണ്ടെങ്കിൽ ഈ ഹൈ ക്വാളിറ്റി പ്രിൻ്റ് കൊടുത്തതിന് ശേഷം പ്രിസർവ് ഇല്ലുസ്ട്രേറ്റർ കേപ്പബിലിറ്റീസ് മാറ്റിയിട്ട് സേവ് കൊടുക്കുക. അല്ലെങ്കിൽ ഫയൽ സൈസ് കൂടുതലായിരിക്കും, അതേപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വേണമെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ ഓപ്പൺ ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രിൻ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രിൻ്റ് കൊടുത്തതിന് ശേഷം ഇത് ടിക്ക് മാറ്റുക. ഇതുകൊണ്ട് ക്വാളിറ്റിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. എന്നിട്ട് സേവ് PDF എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പ്രിസർവ് എഡിറ്റിംഗ് കേപ്പബിലിറ്റീസ് അത് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ഓക്കെ കൊടുത്താൽ മതി, അത് വേറൊന്നും ചെയ്യേണ്ട. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് PDF ആയിട്ട് സേവ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ PDF ആയിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി വേണമെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രിൻറ്റും, ഇപ്പോൾ ക്വാളിറ്റി ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. സൈസാണ് നിങ്ങൾ കുറവ് വേണ്ടതെങ്കിൽ സ്മോളസ്റ്റ് സൈസ് സ്മോൾ ഫയൽ സൈസ് എന്നുള്ള കൊടുത്ത് അങ്ങനെ എടുക്കുക. ഇനി നമുക്ക് ആ PDF ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഹൈ ക്വാളിറ്റി പ്രിൻറ്റിൽ സേവ് ചെയ്തെടുത്ത PDF ആണ്. ഇതിനൊക്കെ നിങ്ങൾക്ക് ഏതൊരു ഡോക്യുമെൻറ്റും സേവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും PDF ആയിട്ട്. ഇതിലിനി വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു പേജല്ലേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പേജസ് വരുന്ന PDF നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇത് രണ്ടിതും കൂടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനിപ്പം ഫയൽ സേവ് ഓൺ കമ്പ്യൂട്ടർ, അതിൽ ഞാൻ PDF 02 എന്ന് കൊടുത്തു. ഇതിൽ നമ്മൾ താഴോട്ട് വരുമ്പോൾ ഓളും റേഞ്ചും കാണാൻ പറ്റും. ഈ റേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏത് തൊട്ട് ഏത് വരെയുള്ള ആർട്ട് ബോർഡ് അല്ലെങ്കിൽ ഏതൊക്കെ ആർട്ട് ബോർഡുകൾ വേണം എന്നുള്ളത് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആർട്ട് ബോർഡുകളും വരും. ഇത് സേവ് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കാം. ഞാൻ ഇവിടെ സ്മോളസ്റ്റ് ഫയൽ സൈസ് കൊടുക്കുന്നു, സേവ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ ഓളാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം PDF-ൻ്റെ ഓരോരോ പേജുകളായിട്ട് വരും. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. PDF 2 ഓപ്പൺ ചെയ്തു. ഒരു പേജ്, 2 പേജ്, 3 പേജ്, എല്ലാ പേജുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും.
അപ്പോൾ അഡോബി ഇലിസ്ട്രേറ്ററിൽ എങ്ങനെ നമുക്ക് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം, അതിലുള്ള കുറച്ച് ഓപ്ഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.